ആൾക്കാരും വളരെ കുറവായിരുന്നു. അത് ഭയങ്കര വിഷമം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അത്യാവശ്യം നല്ല പടങ്ങൾക്കൊക്കെ ആൾക്കാരൊക്കെ ആവേണ്ടതാണ് ഇങ്ങനത്തെ. ഈ പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഒരുപാട് ഹൈ പ്രതീക്ഷയല്ല വന്നത്. ഒരു നോർമൽ സിനിമ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം, ആരും മോശം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത് രാജേഷ് മാധവൻ, ജഗദീഷ്, വിനീത് തുടങ്ങിയ നീണ്ട താരത്തിനെ ഒന്നിക്കുന്ന ധീരൻ എന്ന റിലീസാണ്. സിനിമയായിട്ടുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. ചിരിക്കാൻ വലുത് ചിരിക്കാനായിട്ടൊന്നുമില്ല. എമോഷണൽ ആണോ കുറച്ച്? അങ്ങനെ ഒരു ട്രാജഡി ഫിലിമാണ്. ഈ നമ്മളെ പഴയ നടന്മാരെയൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷം തോന്നിയോ? നമ്മളെ സുധീഷ് അവരെയൊക്കെ കണ്ടപ്പോ പുതിയ മെയിൻ ആക്ടർ നമുക്ക് അറിഞ്ഞുകൂടാ, അറിയത്തില്ല. രാജേഷ് മാധവൻ ഹീറോ. അവരെ കണ്ടിട്ട് നമുക്ക് ഈ പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ പുള്ളിക്കാരൻ? അടിപൊളിയായി. എനിക്ക് പേഴ്സണൽ നല്ല ഇഷ്ടപ്പെട്ട. ഞാൻ കാര്യം ഞാൻ ഒരുപാട് ഹൈ പ്രതീക്ഷയല്ല വന്നത്. ഒരു നോർമൽ സിനിമ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് വൈസ് ഒക്കെ നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്. മ്യൂസിക് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിലയിടത്ത് എനിക്ക് എവിടേക്ക് ഒരു കണക്ഷൻ മിസ്സായെങ്കിലും പിന്നെ ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക്. സോ അടിപൊളി പടമാണ്. എനിക്ക് മസ്റ്റ് വായിച്ചാണ് തോന്നുന്നത്. കോമഡി എന്ന് പ്രധാനമായിട്ട് കോമഡി അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഒരു നമ്മുടെ സൊസൈറ്റി എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു സംഭവത്തിൽ അവിടെ നിന്ന് നാടുവിടുന്ന ഒരു ധീരൻ, ആ ധീരൻ്റെ കഥയാണ് ഫുള്ള് പറഞ്ഞു പോകുന്നത്. പക്ഷേ ആരുമില്ല എന്ന് ഒരു തോന്നലിൽ നിന്ന് എല്ലാവരും പുള്ളിയുടെ കൂടെ നിൽക്കുകയാണ്. ക്ലൈമാക്സ് ഇഷ്ടമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറഞ്ഞ സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കണ്ടിരിക്കാൻ നല്ല കോമഡിയൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, നല്ല സൂപ്പർ കോമഡി. മനോജ് കെ ജെ കൊള്ളാം, അവരെ സുധീഷ് സുരേഷിൻ്റെ കൊള്ളാം, അടിപൊളി. ജഗദീഷ് ഒക്കെ എങ്ങനെ ഉണ്ട്? ജഗദീഷ് കൊള്ളാം, എല്ലാവരും കൊള്ളാം, ആരും മോശം എന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. വേറെ മോശമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്ലോ ഭയങ്കര കുറവായിരുന്നു. ആ സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ല രീതിക്ക് വരണ്ടേ. ടെക്നിക്കൽ സൈഡായാലും അഭിനയിച്ചവർ ആരും മോശമാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമയുടെ നട്ടെല്ലെന്ന് പറഞ്ഞ തിരക്കഥയാണ്. ആ തിരക്കഥയിൽ ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ പടത്തിന് നല്ലതായിട്ട് ബാധിക്കും. അത് ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചില സിറ്റുവേഷൻ സാധനങ്ങളൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതെനിക്ക് നമുക്ക് ഓഡിയൻസിന് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ആൾക്കാരും വളരെ കുറവായിരുന്നു. അത് ഭയങ്കര വിഷമം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അത്യാവശ്യം നല്ല പടങ്ങൾക്കൊക്കെ ആൾക്കാരൊക്കെ ആവേണ്ടതാണ് ഇങ്ങനത്തെ. സൂപ്പർ പടം. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു? കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ടോ? അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ല. ചിരിക്കാനും ഉണ്ട്, കഥയും ഉണ്ട്. നല്ലതായിരുന്നു. ജഗദീഷ് ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാടുണ്ട്. ജഗദീഷ് പഴയ നടനല്ലേ, നല്ല നടൻ. നല്ല മൂവിയായിരുന്നു. ഇങ്ങനെ ചിരിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കുറേ ഫൺ ഉണ്ടായിരുന്നു. മനോജ് കെ ജെ, സുധീഷ്, ജഗദീഷ് നല്ല സിനിമയാണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്, നല്ല ചിരിക്കാനൊക്കെ നല്ല സിനിമ.